ഒരു കോച്ച് എന്ന നിലയിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഈവൻ സ്റ്റുഡൻസും എന്നോട് ചോദിക്കാറുണ്ട്. ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ യു ആർ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺട്രീൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോംലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആരായിരുന്നാലും നമുക്ക് എല്ലാവർക്കും 24 hours ഉള്ളൂ എന്നുള്ള എല്ലാവർക്കും അറിയാം. ഐ മീൻ 24.0001 സെക്കൻഡ് പോലും നമുക്ക് ആർക്കും എക്സ്ട്രാ ഇല്ല. സോ ഒന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, വി കോൺട്ട് മാനേജ് ടൈം എന്നുള്ളതാണ്. അതായത് ടൈം എന്നുള്ള സംഭവം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഹൗഎവർ നമുക്കുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ, പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് അത് തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ പറ്റും. എൻ്റെ പേര് ഫാറൂഖ് സെൻസി. ഇന്ന് ഈ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾ അവരുടെ ടൈം എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളത്. ആസ് എ കോച്ച് ഞാനും ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്സാണ് ഞാനും ഫോളോ ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾക്കത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. സോ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. ഐ എം ജസ്റ്റ് ഷെയറിങ് ദിസ് വിത്ത് യു. ഇത് ചിലപ്പോൾ നിങ്ങൾക്കും ഒരു ഉപകാരമായിരിക്കാം. ഉപകാരമാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ്. സോ ഹൗ ടു ഹാവ് മോർ ടൈം. മാനേജ് ടൈം അല്ല, കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആർക്കും തന്നെ മാനേജ് ചെയ്യാൻ കഴിയില്ല. യു കാൺ മാനേജ്, ഐ കാൺ മാനേജ്, nobody in the world can manage their time because we all have got only 24 hours. So let's go step number 1. The first step, ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, it says work in blocks. ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യാം. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം. Now, what do you mean by working block? For example, നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടാസ്ക് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് എൻ്റെ ടാസ്ക് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളത്. സോ ഐ സെഡ് ഓക്കെ, ആ കാലത്ത് 4:30 മണിക്ക് എണീറ്റു, ഐ എം ഡൂയിങ് ദിസ് വെരി ഏർലി ഇൻ ദ മോർണിംഗ്. ബൈ 6 o'clock എൻ്റെ ഫസ്റ്റ് ടാസ്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്നുള്ള ആ ടാസ്ക് മനസ്സിൽ കാണുക, അത് എഴുതി വെക്കുക, ഒരു ടൈം സ്പാൻ അതിന് കൊടുക്കുക. ഇപ്പോൾ വലിയൊരു ടാസ്ക് ആണെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ല. അതിനോട് നിങ്ങൾ ചോദിക്കുക, ഓക്കെ can I achieve at least 10% of that big task? ഒരു വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പറയാം, ഓക്കെ ഈ ഒരു ടാസ്ക് ഇത്ര 10%, ഈ ഒരു ടാസ്കിൻ്റെ ഒരു 10% എനിക്ക് വരുന്ന 1 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ഓരോ ബ്ലോക്സ് ആക്കി മാറ്റുക. അങ്ങനെ ചെറിയ മൈൽ സ്റ്റോൺ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിരിക്കും. ഏറ്റവും നല്ല ടൈം സ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള 15 minutes ബ്ലോക്ക് ടൈം ഏറ്റവും നല്ലത്. സോ 15 minutes വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ പ്രൊഡക്റ്റീവ് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ 15 minutes കംപ്ലീറ്റ്ലി അതിലേക്ക് വർക്ക് ചെയ്യുക. അവിടെ വരുന്ന ഒരു ഡിസ്ട്രാക്ഷൻസ് പോലും, വെദർ ഇറ്റ് ഈസ് യുവർ മൊബൈൽ ഡിവൈസ് ഓർ വെദർ ഇറ്റ് ഈസ് യുവർ നോട്ടിഫിക്കേഷൻ, എന്തായാലും അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിട്ട് ഒരു 15 minutes ബ്ലോക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 10 minutes നിങ്ങൾ റിലാക്സ് ചെയ്യും. ദാറ്റ്സ് അബ്സൊല്യൂട്ട്ലി ഫൈൻ. കാരണം റിലാക്സ് ചെയ്തിട്ട് വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ പ്രൊഡക്റ്റീവ് എനർജി ഉണ്ടാവും, നിങ്ങൾക്കത് ചെയ്ത് തീർക്കാനും പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രൊജക്റ്റ് ഏറ്റെടുക്കാം, ദാറ്റ്സ് ഓക്കെ, ബട്ട് നെവർ ഡു മൾട്ടി ടാസ്കിങ്. ഒരേ സമയത്ത് വ്യത്യസ്ത ടാസ്കുകൾ ചെയ്യാതെ ഇരിക്കണം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കിൻ്റെ അറ്റ്ലീസ്റ്റ് എത്ര പെർസെൻറ്റേജ് തീർക്കാം എന്നുള്ള രീതിയിലാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 50 minutes വർക്ക് ചെയ്യുക, 10 minutes relax. Okay, let's go to slide number 2. It says learn how to say no. It's very important, very, very important. കാരണം ജീവിതത്തിൽ അത് ഏത് ഭാഷയിലായാലും, അതായത് മലയാളം ആയാലും വേണ്ടില്ല, ഇംഗ്ലീഷ് ആയാലും വേണ്ടില്ല, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ടെങ്കിൽ അത് നോ എന്ന് പറയാമെന്നുള്ള, ആരോടും നോ എന്ന് പറയാനുള്ള, സ്വന്തം നോ എന്ന് പറയാനുള്ള ഗട്ട്സും അതേപോലെ മറ്റുള്ളവരോടും നോ എന്ന് പറയാനുള്ള ആ ഒരു ഗട്ട്സ് ഉണ്ടായിരിക്കണം. ഈ നമ്മളോട് പറയുന്ന നോ ആണ് ഏറ്റവും പ്രയാസപ്പെട്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ നിങ്ങൾ വെയിറ്റ് കുറക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാൻ, കട്ട് ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നല്ല സ്വീറ്റി ആയിട്ടുള്ള സ്റ്റഫ് കാണും, ഐസ്ക്രീം കാണും, കേക്ക് കാണും. അപ്പോൾ സ്വന്തത്തിനോട് നോ എന്ന് പറയാനുള്ള കഴിവും അത് ഫോളോ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതേസമയം നിങ്ങൾ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ട്, ഓക്കെ ലെറ്റ് മീ വാച്ച് my WhatsApp, what are the new notification in my mobile device and so forth. എന്താണെന്നുള്ള കാണാനുള്ള ഒരു ജിജ്ഞാസ, am I right? സോ അത് ഒഴിവാക്കുക. അതിനോട് നോ എന്ന് പറയാം. ഓക്കെ, ഐ ഹാവ് ഗോട്ട് 10 minutes ഉണ്ട്, 50 minutes ശേഷം എനിക്കൊരു ബ്ലോക്ക് ടൈം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ആ ബ്ലോക്ക് ടൈമിൽ ഞാൻ നോക്കിക്കൊള്ളാം. ഈ ഒരു 15 minutes കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ്. അപ്പോൾ മൊബൈലിനോട് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസിന് നോ എന്ന് പറയാൻ പറ്റണം. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നോ എന്ന് പറയാൻ പറ്റണം. ഒരു 15 minutes നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്യണത്, ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ 1 ആൻഡ് പോയിന്റ് നമ്പർ 2 ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ബ്ലോക്ക് ടൈം നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ടൈമിൽ വേറെ ആരും നിങ്ങളെ വന്ന് ശല്യം ചെയ്യാൻ പാടില്ല, വെദർ ഇറ്റ് ഈസ് യുവർ ഫാമിലി മെമ്പേഴ്സ് ഓർ യുവർ ഫ്രണ്ട്സ്. ദാറ്റ്സ് നമ്പർ 2.
Let's go on to slide number 3. It says cut down on TV and Netflix. ഇപ്പം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷൻസ് ടി വി കാണൽ കുറവാന്നുള്ള അറിയാം. ഹവർ ദേ വാച്ച് നെറ്റ്ഫ്ലിക്സ് ആൻഡ് സോ ഫോർത്ത്. നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കും കൂടുതൽ വാച്ച് ചെയ്യുക. യൂട്യൂബിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പോയി കാണുന്നത് ഒരു വീഡിയോ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ആ വീഡിയോ തീരുന്നേക്കാൾ മുമ്പ് നമുക്ക് സജസ്റ്റഡ് വീഡിയോസ് ഓൺ ദ സൈറ്റിൽ വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യും. പിന്നെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ കാണേണ്ട വീഡിയോ ചിലപ്പോൾ ഒരു 15 മിനിറ്റ്സിന് വീഡിയോ ആയിരിക്കും. പക്ഷേ നിങ്ങൾ എല്ലാ വീഡിയോസ് ചെയിൻ ഓഫ് വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 മണിക്കൂർ നിങ്ങൾ ഇതിൽ യൂട്യൂബിലായിരിക്കും ഉണ്ടാവുക. വന്നതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പോയത്, വാട്ട് വാസ് യുവർ ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ ഗോൾ എന്തായിരുന്നു, ആ ഗോൾ നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. ഹവർ യു മൈറ്റ് ഹാവ് സ്പെൻഡ് യുവർ ടൈം വാച്ചിങ് ഓൾ ദ അതർ മൂവീസ് ആൻഡ് സോ ഫോർത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂട്യൂബ് നല്ലതാണോ? യൂട്യൂബ് ഇസ് റിയലി ഗുഡ്. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. യൂട്യൂബ് ഗൂഗിളിൻ്റെ പോലെ തന്നെ ഒരു സെർച്ച് എഞ്ചിനാണ്, വളരെ പവർഫുള്ളായ സെർച്ച് എഞ്ചിനാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, I go to YouTube. കാരണം യൂട്യൂബാണ് എൻ്റെ ടീച്ചർ എന്ന് ഞാൻ പറയുള്ളൂ. വൈ? ബിക്കോസ് ഐ എം നോട്ട് എ ഗുഡ് സ്റ്റുഡൻറ്റ്. നല്ലൊരു സ്റ്റുഡൻ്റ് അല്ല. ഞാൻ ഒരു ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങൾ ഇരുത്തി കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. അത് ഏറ്റവും നല്ല ക്ലാസ്. ആ എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിൽ, ഇൻസ്ട്രക്ടർ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, ഇൻട്രാക്ഷൻ ഇല്ല, എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിൽ I tend to sleep very fast. So I'm not a good student. Even in the school, I was a backbencher. സ്കൂളിലായിരുന്ന കാലത്ത് പോലും എൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആൻഡ് സോ ഫോർത്ത്. സോ സ്കൂളിലാകുമ്പോഴും ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. പക്ഷേ ഐ എം എ ഗുഡ് ലേണർ. ഒരു ദിവസം ഒരു 8-9 മണിക്കൂർ ഞാൻ ദിവസം ചിലവാക്കും ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ലേണിംഗ് ചെയ്യാൻ ഞാൻ വ്യത്യസ്ത മീഡിയാസിൻ്റെ ഒരുപാട് ബുക്സ്, ദാറ്റ് ഈസ് ബുക്സ് എനിക്ക് എൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് ആണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഏരിയ. സോ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ ബുക്സ്, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഉള്ള അറിവുകൾ വ്യത്യസ്ത ടീച്ചേഴ്സ് ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഞാൻ ലേൺ ചെയ്യും. ഐ എം നോട്ട് എ സ്റ്റുഡൻറ്റ്. ഞാൻ ഒരു സ്റ്റുഡൻ്റ് അല്ല, ബട്ട് ഐ എം എ ലേണർ. ഒരു ലേണർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 99 വയസ്സിൽ ഏജ് ഓഫ് 99 ആസ് വെൽ യു ക്യാൻ ബി എ ലേണർ. ഒരു 99 വയസ്സാകുമ്പോഴും നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. ആരും നിങ്ങൾ ഇത് കളിയാക്കാൻ പോകുന്നില്ല. ഹവർ സംടൈംസ് നമ്മൾക്ക് സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാൻ പറ്റില്ല, ബിക്കോസ് ദർ യു ബിക്കം എ സ്റ്റുഡൻറ്റ്. എ സ്റ്റുഡൻറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് യുവർ അക്കാഡമിക്സ് ആൻഡ് സോ ഫോർത്ത്. അപ്പോൾ ഒന്നും കൂടെ പോവാം. യൂട്യൂബ് നല്ലതാണ്, ഒരു സംശയമില്ല. യൂട്യൂബ് നല്ലതാണ്. പക്ഷേ നിങ്ങൾ യൂട്യൂബിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇതേപോലെ ബ്ലോക്ക് ടൈം വെക്കുക. വീണ്ടും ആലോചിക്കുക, ഞാൻ ആദ്യത്തെ പോയിന്റിനോട് കണക്ട് ചെയ്യണം. നിങ്ങളൊരു ബ്ലോക്ക് ടൈം കണ്ടുവെക്കുക. ഇത്ര മിനിറ്റ് ഞാൻ പോയി ഇത് വാച്ച് ചെയ്യട്ടെ. എൻ്റെ ഒബ്ജക്റ്റീവ് 1, 2, 3 എന്നുള്ള ഒബ്ജക്റ്റീവാണ്. ആ ഒബ്ജക്റ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന അറിവ് എനിക്ക് അതിൽ നിന്ന് കിട്ടും. സോ ഗോ ടാർഗറ്റ്, ഗോ ആൻഡ് ലേൺ ഫ്രം ദാറ്റ്. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് സ്കിപ്പ് ആൻഡ് ജംപ് ഫ്രം one video to another video and waste your time. YouTube 2 കാര്യത്തിന് നമ്മൾക്ക് പറയാൻ പറ്റും. യൂട്യൂബ് either you spend your time or you invest your time. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചോളൂ. ആ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ദാറ്റ് മീൻസ് യു ഹാവ് സ്പെൻഡ് യുവർ ടൈം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആ യൂട്യൂബിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള പർപ്പസ് ഫുള്ളായിട്ട് നിങ്ങൾ പോകുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റീവോടുകൂടി നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചിലവഴിച്ച 50 മിനിറ്റ് അത് ഇൻവെസ്റ്റ് ചെയ്തത്. കാരണം അതിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടി, അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എൻ്റെ വീഡിയോ അത് വാച്ച് ചെയ്യണം, യൂട്യൂബിലായിരിക്കാം വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. ഈ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള. ഇത് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈം കളയാൻ പാടില്ല. നിങ്ങൾ ചോദിക്കേണ്ടത് വാട്ട് ഇസ് ദാറ്റ് ഐ ക്യാൻ ഡു, എന്താണ് എനിക്ക് വേറെ ചെയ്യാൻ പറ്റുക. വേറെ ഏത് ഇൻസ്ട്രക്ടർ, ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്കറിയാം. ആ ഇൻസ്ട്രക്ടേഴ്സ് ആരിൽ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഞാൻ തരുന്നതല്ല. നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത് അത് എവിടെ നിന്ന് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ആ വീഡിയോ പോയി വാച്ച് ചെയ്യണം. സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് വാട്ട് ഇസ് ദാറ്റ് യു വാണ്ട്. It's not what I deliver or what the other instructors deliver on different platforms. You got to ask yourself, what is that you want? And then go and check for it, or you go and search for it. നിങ്ങൾക്ക് എന്താ ആവശ്യം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. Let's move on to slide number 4, point number 4. Plan your week in advance. എപ്പോഴും നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പ്ലാൻ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കും. ഈ ഒരു റൂം, ഞാൻ ഇരിക്കണ ഈ റൂം പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്യാതെ ഇപ്പോൾ എല്ലാവരും പറയണത് എല്ലാം രണ്ടെണ്ണമായിട്ടാണ് ചെയ്യാൻ പറ്റുക. വൺ യു തിങ്ക് ആൻഡ് വൺ ഇറ്റ് ബിക്കംസ് എ തിങ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച ശേഷമാണ് ഒരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളത്. അത് തെറ്റാണ്.
അത് തെറ്റാണ്. കാരണം എല്ലാ കാര്യം മൂന്നെണ്ണമായിട്ട് നടക്കണം. വൺസ് അഗൈൻ ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്. ഒരു കാര്യം ചെയ്യുമ്പം അത് 3 തരത്തിലാണ്, 3 ലെയേഴ്സായിട്ട്. നമ്പർ 1 നിങ്ങളുടെ മനസ്സിൽ കാണുന്നത്, ഓക്കെ, യു സീ ദാറ്റ്. നിങ്ങളുടെ തോട്ട്സിൽ നിങ്ങളുടെ ഐഡിയാസ് കാണാൻ നമ്പർ 1, ഓർ യുവർ ഡ്രീം, ഗോൾസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ മനസ്സിൽ കാണുന്നതാണ് ആദ്യത്തെ. രണ്ടാമത്തെ കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കേണ്ടത്. രണ്ടാമത്തെ നമ്മൾ ആക്ച്വലി നെഗ്ലക്റ്റാണ് ചെയ്യല്. രണ്ടാമത്തെ വെച്ചാൽ നിങ്ങൾ റിസർച്ച്, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച്, അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ അറിവ്, അതിനൊരു ഡ്രാഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു പ്ലാൻ ചെയ്യുക, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുക. അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കേണ്ടത്. അവിടെ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ചിലർ എന്താ ചെയ്യുക, ചില ഐഡിയ വന്ന പിറ്റേ ദിവസം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. വാട്ട് എവർ ഇറ്റ് ഇസ്, വെദർ ഇറ്റ്സ് എ ബിസിനസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, അവർ സ്റ്റാർട്ട് ചെയ്യും. നെവർ ഡു ദാറ്റ് അൺടിൽ അതർവൈസ് യു ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ പ്ലാനിങ്, ഇൻ ക്രിയേറ്റിംഗ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് വാട്ട് യു വാണ്ട് ടു മേക്ക്. സോ നമ്പർ 1 your thoughts. Number 2, take some time to plan everything. മൂന്നാമത്താണ് നിങ്ങൾ ശരിക്കും അത് ഫിസിക്കലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ഫിസിക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കാനും പോകണില്ല, രണ്ടും ആവാം. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനേക്കാൾ നല്ല കൂടുതൽ ടൈമും നിങ്ങളുടെ കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ കുറച്ച് ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളെ പ്ലാനിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് നാളെ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ടൊരു പ്ലാൻഡ് ആയിരിക്കണം. അതായത് ഇന്ന് രാത്രി തന്നെ, ഇന്ന് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കൊരു ഡയറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജേർണൽ ഉണ്ടെങ്കിൽ ആ ജേർണലിൽ എഴുതി വെക്കുക, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ കാലത്താണ് ഞാൻ ചെയ്യുന്നത്. 4:30 ഞാൻ 4:30 എൻ്റെ റിച്വൽസ് ഉണ്ട്. എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം, ഏകദേശം 1-1.5 മണിക്കൂറോളം എൻ്റെ റിച്വൽസ് ഉണ്ട്. ആ റിച്വൽസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡ്യൂട്ടി ഇന്ന് എനിക്ക് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്, ഇറ്റ്സ് ഓൾറെഡി പ്ലാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. സോ പോയിന്റ് നമ്പർ 4, പ്ലാൻ യുവർ വീക്ക് ഇൻ അഡ്വാൻസ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം നാളെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇന്ന് പ്ലാൻ ചെയ്യാം. ഒരു വീക്കിൽ നിങ്ങൾക്ക് എന്താ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഒരു ഡയറി എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഡയറി ഉണ്ടെങ്കിൽ ആ ഡയറിയിൽ തന്നെ ഉണ്ടാവും, ഓക്കെ, വീക്ക്ലി പ്ലാൻസ് ഉണ്ടാവും, അതിൽ ഡെയിലി പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു വീക്ക്ലി പ്ലാൻ നിങ്ങളുടെ ഓരോ വീക്കിന് മുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ യു റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഈ വീക്കിൻ്റെ പ്ലാൻ മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയേക്കുക. ദിസ് ആർ ദ മെയിൻ ഏരിയസ് ദറ്റ് ഐ നീഡ് ടു അച്ചീവ് എന്നുള്ളത്. ചെയ്യാന്നുള്ളത് അച്ചീവ് ചെയ്യുക. അതായത് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് ഇന്ന പോയിന്റാണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്. പിന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, ഓക്കെ, ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇങ്ങനെ ദിവസം നിങ്ങൾ അലൗട്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് സ്ലോട്ട്സ് കണ്ടെത്താം. സോ ദാറ്റ്സ് പോയിന്റ് നമ്പർ 4. ലെറ്റ്സ് ഗോ ടു പോയിന്റ് നമ്പർ 5. ഇറ്റ് സേസ് ലിമിറ്റ് സോഷ്യൽ മീഡിയ ടൈം. ഇത് നേരത്തെ പറഞ്ഞു, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു എംഫസൈസ് മോർ ഓൺ ദാറ്റ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ടൈം കുറവായിട്ട് കണ്ടെത്താം. ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, ഫേസ്ബുക്കിൽ കാണാം, എല്ലാ സ്ഥലത്തും ഞാൻ പോസ്റ്റ് ചെയ്യണം. അത് ആഡ്സ് ആയിട്ടും പെയ്ഡ് ആഡ്സ് ആയിട്ടും വരുന്നുണ്ട്. അത് കൂടാതെ ഇറ്റ് ഓൾസോ കം ആസ് ഓർഗാനിക്. ഞാൻ ടൈം കളയോ അതിനു വേണ്ടി ഉണ്ടോ? അതിന് ടൈം കളയില്ല. എൻ്റെ രാവിലെ തന്നെ 2 കോട്ട്സ്, എല്ലാ ദിവസവും 2 കോട്ട്സ് ബൈ 7 to 8 o'clock ആകുമ്പോഴേക്കും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വാട്സാപ്പിൽ പോവും, വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് പോവും, വാട്സാപ്പ് ഗ്രൂപ്പിൽ പോവും, ഫേസ്ബുക്കിൽ പോവും, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോവും, അതേപോലെ ഫേസ്ബുക്കിൽ ബിസിനസ് പേജിൽ പോവും, അത് കൂടാതെ ലിങ്ക്ഡിനിൽ പോവും, ട്വിറ്ററിൽ പോവും, ഇൻസ്റ്റാഗ്രാമിൽ പോവും, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ പോവും, ഫേസ്ബുക്ക് സ്റ്റോറീസിൽ പോവും. ഇവിടെ എല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാം പോകുന്നത് 5 മിനിറ്റിൻ്റെ ഉള്ളിലാണ്. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് എല്ലാ സ്ഥലത്തും എത്തും. എന്താ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്കുള്ള കോഴ്സ് ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ ഫുൾ ഫ്ലയേഴ്സ് എൻ്റെ അടുത്ത് ഓൾറെഡി റെഡിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ടൈം കളയില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ദേ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 2 കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സ് നേരെ വാട്സപ്പിലേക്ക് ഇടും. വാട്സപ്പിൽ നിന്ന് പിന്നെ ഞാൻ എല്ലാ ഇതിലേക്ക്, ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ മീഡിയ, അത് ഫേസ്ബുക്ക് ആയാലും വേണ്ടില്ല, അത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആയാലും വേണ്ടില്ല, സ്റ്റോറീസ് ആയാലും വേണ്ടില്ല, അത് ഇൻസ്റ്റാഗ്രാം ആയാലും വേണ്ടില്ല, ഈവൻ ടെലിഗ്രാം ആയാലും വേണ്ടില്ല, എല്ലാം ഞാൻ വാട്സപ്പിന് അയക്കില്ല. വാട്സപ്പിന് ചെയ്യാനുള്ളത് വളരെയധികം സൗകര്യമാണ്. സോ ഐ ജസ്റ്റ് ടേക്ക് 5 minutes, മാക്സിമം 5 minutes എടുക്കുള്ളൂ. എല്ലാ സോഷ്യൽ മീഡിയയിൽ അത് എത്തിയിട്ടുണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ടൈം കളയാൻ പോകില്ല. ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് ഒരുപാട് അത് പോസ്റ്റേഴ്സും വാട്ട് ഈസ് ഹാപ്പനിങ് ദ ന്യൂ, ഐ ഡോണ്ട് സ്പെൻഡ് മൈ ടൈം, ബിക്കോസ് ഞാനിപ്പോൾ ടൈമിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ വിൽ ബി വേസ്റ്റിംഗ് മൈ ടൈം. ഐ ഡോണ്ട് ഡു ദാറ്റ്. സോ മേക്ക് ഷുവർ ദറ്റ് യു ഡോണ്ട് സ്പെൻഡ് യുവർ ടൈം. If there is something that you can learn, as I mentioned earlier, then just go and learn from it. But don't spend your time on social media. Very, very specific on that. So let's move on to number 6. Point number 6. Do not be busy just to be busy. ഇപ്പോൾ ഇത് ചില ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ബിസിയാണ്, വളരെ ബിസിയാണ്, ബിസി ലൈക്ക് എ ബി എന്നാ പറയല്. യു ഡോണ്ട് ഹാവ് ടു ബി. ഇപ്പോൾ ഞാൻ ബിസി അല്ലാത്ത വ്യക്തിയാണ്. ചിലർ ചോദിക്കുന്നുണ്ട്, ഹൗ ഡു യു ഡു ദിസ്? ഞാൻ ഒരു ദിവസം തന്നെ ഐ മേക്ക് ലോട്ട് ഓഫ് വീഡിയോസ്. ഐ മേക്ക് 4 to 5 വീഡിയോസ്. ഒരു ദിവസം തന്നെ ഞാൻ 5-6 വീഡിയോസ് ഉണ്ടാക്കും. അത് കൂടാതെ ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ, എസ്പെഷ്യലി ഫ്രം അതർ കൺട്രീസ് ആൻഡ് US ആൻഡ് ഓൾ ദോസ് തിങ്സ്, ഐ ട്രെയിൻ ദം, ഐ കോച്ച് ദം. അതിന് ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്. എല്ലാത്തിനും എൻ്റെ ഫാമിലിൻ്റെ ഒപ്പം സമയം കണ്ടെത്തുന്നു.
ഉറങ്ങാൻ ഐ മീൻ ഐ സ്ലീപ് വെരി വെൽ അതിനു വേണ്ടി സമയം കണ്ടത് ഐ ഡു എവറിത്തിങ് ഐ സ്റ്റേ അറ്റ് മൈ ഹോം ആൻഡ് ഐ ഡു എവറിത്തിങ് വൈ ഐ എം നോട്ട് എ ബിസി ഗായ് I'm not a busy guy, however, I'm a very productive guy. ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഒരിക്കലും ബിസി ആയിട്ടുള്ള വ്യക്തിയല്ല. നോട്ട് അറ്റ് ഓൾ ബിസി, ബട്ട് ഐ എം വെരി പ്രൊഡക്റ്റീവ്. ആ ബിസി അല്ലാതെ ഇരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യില്ലെന്ന് വെച്ചാൽ മൈ മൊബൈൽ ഈസ് നോട്ട് ആക്സസിബിൾ ടു എവ്രി വൺ. എൻ്റെ മൊബൈലിൻ്റെ പ്രത്യേകത വെച്ചാൽ ആരും എൻ്റെ മൊബൈലിൽ വിളിക്കില്ല. നമ്പർ വൺ ബിക്കോസ് എവറിബഡി നോസ് ഇഫ് ദേ വോണ്ട് ടു കോൾ മീ ദേ ഹാവ് ടു സെൻഡ് മീ എ മെസ്സേജ് ഫസ്റ്റ് ആൻഡ് ആസ്ക് മൈ പെർമിഷൻ വെദർ ഐ കൻ ഗിവ് യുവർ കോൾ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. And I give them the permission. അവർക്ക് എൻ്റെ ഫ്രണ്ട്സായാലും വേണ്ടില്ല എൻ്റെ സ്റ്റുഡൻസ് ആയാലും ആരും തന്നെ എൻ്റെ മൊബൈലിൽ വിളിക്കില്ല. എല്ലാവരും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, സെൻസേ ഞാൻ ഇത്ര ടൈമിന് ഞാൻ നിങ്ങളെ വിളിക്കട്ടെ. ഞാൻ പറയും ഓക്കെ വിളിച്ചോളൂ. വിളിക്കുമ്പോൾ ഞാൻ എക്സാക്ട്ലി എൻ്റെ അറ്റൻഷൻ ഞാൻ അവർ എന്താ പറഞ്ഞാൽ അതിലേക്ക് കൊടുക്കുക. അല്ലാതെ ഒരിക്കലും എൻ്റെ മൊബൈലിലേക്ക് ആരും വിളിക്കാൻ പോകുന്നില്ല. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ മൊബൈൽ ഈസ് ഓൺലി ഫോർ എ പെർട്ടിക്കുലർ റീസൺ ഫോർ ദാറ്റ്. Number one is that. And number two, you don't have to be busy, but you have to be productive. Productive ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാനിങ് ഇല്ലെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 3 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന് you have to plan, it goes on the paper. And number 3, you do it in physical. നിങ്ങൾ ഈ പ്ലാനിങ് ഇല്ലെങ്കിൽ ആകുമ്പോഴാണ് നിങ്ങൾ ബിസി ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ബിസി ആയിരിക്കും, പക്ഷേ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവില്ല. അതേ സമയത്ത് നിങ്ങൾ പ്ലാനിങ്ങിനാണ് കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്താ പറ്റുക, അവിടെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. പ്ലാൻ ചെയ്ത് ആ പ്ലാനിങ്ങിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവും, നിങ്ങൾ ബിസി ആവില്ല. നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും, ഒരുപാട് ടൈം നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, ഒരുപാട് ടൈം നിങ്ങൾക്ക് ഇതേപോലെ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റഫ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ചെയ്യേണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. സോ മേക്ക് ഷുവർ ദറ്റ് യു ഷുഡ് നെവർ ബി ബിസി, യു ഷുഡ് ബി വെരി പ്രൊഡക്റ്റീവ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു പോയിന്റ് നമ്പർ 7. ഡു നോട്ട് ഡു എവറിത്തിങ്. That's very important. Do not do everything. Rather, you have to delegate your things. നിങ്ങളെല്ലാം ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ അത് വിചാരിച്ച് എല്ലാം ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങളെല്ലാം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു ആസ് എ ലീഡർ നിങ്ങൾക്ക് വളർത്തിയെടുക്കേണ്ട ഒരു കഴിവ് ഡെലിഗേഷനാണ്. വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ? ഒരു കാര്യം ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് വെറുതെ ഒരു വ്യക്തിൻ്റെ മേലിട്ട് കൊടുക്കരുത്. ദാറ്റ്സ് റോങ്. ദാറ്റ്സ് നോട്ട് വാട്ട് യു ഹാവ് ടു ഡു. നിങ്ങളൊരു ലീഡറാണ്, നിങ്ങളുടെ കീഴിൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ആരാണ്, അത് ആദ്യം നിങ്ങൾക്ക് അറിയണം. ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങളുടെ ചുമതലയാണ്, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഹു ക്യാൻ ഡു ദാറ്റ് വെരി പെർട്ടിക്കുലർ ടാസ്ക് ദറ്റ് ഇസ് ദ ഇൻ യുവർ ഇൻറ്റൻഷൻ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷനിൽ എന്താണോ ടാസ്ക് ചെയ്ത് തീർക്കുന്ന ടാസ്ക്, അത് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള വ്യക്തി ആരാ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്പർ 2, ആ ഒരു ടാസ്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കാം, പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ യു ഹാവ് ടു ഐഡൻറ്റിഫൈ, ഓക്കെ ഇന്ന 2 സ്റ്റാഫ് ഉണ്ട്, ഈ 2 സ്റ്റാഫുകൾക്കും അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ടാസ്ക്കാണിത്. ഹൗവെവർ എയും ബിയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ബിയിനാണ് ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി ചെയ്യാൻ, ഇങ്ങനത്തെ ടാസ്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തി ബി ആണെങ്കിൽ നിങ്ങൾ ഈ ടാസ്ക് ബീനാ കൊടുക്കേണ്ടത്. ബീന് കൊടുക്കണേക്കാൾ മുമ്പ് നിങ്ങൾ 3ാമത്തെ ചോദ്യം ചോദിക്കുക, ആ വ്യക്തിയുടെ ടേബിളിൽ വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ? ആസ് ഇ ഗോട്ട് എനി അതർ ടാസ്ക്? ആ ഒരു മൂവ്മെന്റിൽ ഇമ്പോർട്ടൻറ്റ് അർജന്റ് ആയിട്ടുള്ള വേറെ ടാസ്ക് ഉണ്ടെങ്കിൽ ഈ വ്യക്തി കൊടുക്കാനും പാടില്ല. സോ ദാറ്റ്സ് 3 points. So first, number 1, you have to identify, is there anyone in your team who knows about the task, who is good at that task, who is talented in that particular task? That's number 1. Number 2, whether they are passionate to do that particular task. And number 3, has he got or has she got the time to do that ടാസ്ക്? ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഈ 3 ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ടാസ്ക് കൊടുക്കേണ്ടത്. ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ടാസ്കിൻ്റെ എൻഡിൽ ആയോ തീർന്നോ എന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ഇൻ ദ ബിറ്റ്വീൻ അല്ലെങ്കിൽ മിഡിൽ നിങ്ങൾക്ക് പോയി ഒന്നും കൂടെ നോക്കുക. യു ഹാവ് ടു ഗോ ആൻഡ് ആസ്ക് where are you right now? ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് just give it a break. If the task is going to take, let me give an example. If the task is going to take 2 days, then after end of the day, ask him to come and report to you and ask him where is he right now on the task. Whether he has completed 50%, 75%, 25%, where is that individual right now standing with your task? ഇപ്പോൾ ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ 2 ദിവസം പിടിക്കുന്ന ടാസ്ക് ആണെങ്കിൽ അത് 2 ദിവസം കഴിഞ്ഞിട്ട് ടാസ്ക് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ലീഡർ അല്ല.
ടാസ്ക് തീരുന്ന വരെ എടുക്കുക. ചിലപ്പോൾ ആ ടാസ്ക് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടായിരിക്കാം. സോ യു ഓൺലി നോ ദ റൈറ്റ് തിങ്. സോ ഒരു 2 ദിവസത്തെ ടാസ്ക്കാണ്. ഒരു ദിവസം കഴിയുമ്പോൾ ആ വ്യക്തിനെ വിളിക്കാൻ, എന്നിട്ട് പറയാം റിപ്പോർട്ട് ചെയ്യാൻ എവിടെയാണ് എത്തിയെന്നുള്ളതൊന്ന് പറയാം. സംടൈംസ് ആ 25% മാത്രമേ, വളരെ സ്ലോ ആയിരിക്കും ചിലപ്പം ചെയ്തിട്ടുണ്ടാകാം, ചിലപ്പോൾ 50% ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ 50% ചിലപ്പം കുറേ തെറ്റുകളുണ്ടായിരിക്കാം. സോ യു വിൽ ബി ഏബിൾ ടു ഗിവ് ഫീഡ്ബാക്ക്. സോ ബൈ ദ എൻഡ് ഓഫ് day 2 you will get the right result. So delegation, it's not about doing things, it's about getting things done. ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ല ഡെലിഗേഷൻ. അവിടെയാണ് തെറ്റിദ്ധാരണ വരുന്നത്. ഒരു വ്യക്തിക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ആ വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ല നിങ്ങളുടെ ഡെലിഗേഷൻ പറയാം. അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാൻ, to be done. It's not making people to do your task, but to get the things done. That is leadership. അവിടെയാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് ഡെലിഗേഷൻ്റെ ടാസ്ക് അവിടെയാണ് വരുന്നത്. Let's move on to point number 8. It says unsubscribe from useless emails. യൂസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ഇമെയിൽസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ജങ്ക് ഇമെയിൽസ്. ആ ജങ്ക് ഇമെയിൽസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ടൈം പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 24 hours ഉള്ളൂ. ആ 24 hours നിങ്ങൾ ഈ ജങ്ക് മെയിൽസ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല. സോ യു ഹാവ് ടു മാനേജ് യുവർ ഇമെയിൽ. എങ്ങനെയാണ് ഇമെയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത്? ഇപ്പോൾ നമ്മൾ ചില വെബ്സൈറ്റിൽ പോകുമ്പോൾ ആ വെബ്സൈറ്റ് നിങ്ങളോട് നിങ്ങളുടെ നെയിമും ചോദിക്കും, നിങ്ങളുടെ ഇമെയിലും ചോദിക്കും. അതിന് ലാൻഡിംഗ് പേജ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്വീസ് പേജ് എന്ന് പറയും. അവർ നിങ്ങളുടെ ഇമെയിൽ ചോദിക്കും, നിങ്ങളുടെ നെയിം ചോദിക്കും. അതിന് പകരം അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവും. ഇറ്റ് കുഡ് ബി ആൻ ഇ ബുക്ക്, ഇറ്റ് കുഡ് ബി എ PDF, ഇറ്റ് കുഡ് ബി എ ഫ്രീ കോഴ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. അതിന് ആ ഒരു പേജിന് നമ്മൾ ലാൻഡിംഗ് പേജിന് അല്ലെങ്കിൽ സ്ക്വീസ് പേജ് എന്നാ പറയില്ലേ, അങ്ങനെ നിങ്ങളൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ജങ്ക് മെയിലും അവരെ പിന്നെ അന്ന് മുതൽ എല്ലാ ദിവസവും അവരുടെ നിന്ന് മെയിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളെ ഇമെയിൽ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളെ ഇൻബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇമെയിൽസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ 2 ഇമെയിൽ ഉണ്ടാക്കാം. ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇമെയിൽ. മറ്റൊന്ന് വെച്ചാൽ നിങ്ങൾ അതിന് വേറൊരു പേര് കൊടുക്കുക, ഒരു സെക്കൻഡറി ഇമെയിൽ വെക്കുക. അവിടെ ഇങ്ങനത്തെ ഈ ജങ്ക് മെയിൽസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഇമെയിൽ ആയിരിക്കും കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ നമ്പർ 1 ഇമെയിൽ വളരെ ക്ലീൻ ആയിരിക്കും, ഫിൽറ്റർ ചെയ്തായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമെയിൽസ് മാത്രമേ അതിൽ വരുള്ളൂ. നിങ്ങൾക്ക് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതേസമയം നിങ്ങൾ അതിന് മറ്റേ ഇമെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഡേ ഓൺലൈൻ ടൈം കൊടുക്കും. ഓരോ ദിവസം മേ ബി 10 minutes 15 minutes ഞാൻ പോയിട്ട് മറ്റേ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് 2 ഇമെയിൽ ഉണ്ട്. എനിക്ക് ശരിക്കും പറയാൻ 3 ഇമെയിൽസ് ഉണ്ട്. ഒന്നിൻ്റെ ഹോട്ട്മെയിലാണ് എനിക്ക് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. ഈ ഒരു ജിമെയിൽ എല്ലാ ജങ്കും വരില്ല എൻ്റെ ജിമെയിലാണ്. അത് കൂടാതെ ഒരു ഒഫീഷ്യൽ ഇമെയിൽ പോലുണ്ട്. ആ ഒഫീഷ്യൽ ഇമെയിലിൽ വളരെ കുറച്ച് ഇമെയിൽസ് വരും, ചിലപ്പോൾ 3-4 ഇമെയിൽ വരുള്ളൂ. അപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ ബിസിനസ് ഇമെയിൽസ് ഒക്കെ വരൽ അതിലായിരിക്കും. സോ ഐ ഗോട്ട് ടൈം, ഐ കൻ ഗോ ദാൻ. ഞാൻ എനിക്കൊരു 4 മിനിറ്റോ 5 മിനിറ്റും അതിൻ്റെ ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ഓൾ ദോസ് ജങ്ക് ഇമെയിൽസ് ഇൻ യുവർ one personal private email list. So create 2 emails. One is your primary email where you get all those important emails, and then create a subsidiary emails where all the junk goes in there. So whenever you are entering your name or email address in a subscription box, make sure that you give your junk email address so that everything is directed to your junk email, which is email number 2. So let's move on to number 9. Point number 9 in the noka. Do not be a perfectionist all the time. ഇവിടെയാണ് കൂടുതൽ ആൾക്കൊരു ടൈം കളയും. ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് യു ഹാവ് ടു ബി പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ വർക്ക് ചെയ്തത്. എവറിത്തിങ് മസ്റ്റ് ബി പെർഫെക്റ്റ്. എനിക്കറിയാം പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടൊക്കെ വർഷങ്ങളായി, 10-20 വർഷം ഒരു ലെറ്റർ എഴുതി, ഞാനും നിങ്ങളൊക്കെ എഴുതിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാലത്ത് ലെറ്റർ എഴുതുമ്പോൾ ഒരു തെറ്റ് വന്നു. ഞാൻ ലെറ്റർ എഴുതുമ്പോൾ ആ പേജിൽ ചിലപ്പോൾ ലാസ്റ്റ് ലൈനായിരിക്കാം, ആ ലാസ്റ്റ് ലൈനിൽ ഒരു സ്പെല്ലിംഗ് എറർ വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ലെറ്റർ മാറ്റി വീണ്ടും എഴുതാൻ തുടങ്ങും. ചിലപ്പോൾ ഒരു ലെറ്റർ തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പിടിക്കുമായിരുന്നു. ബിക്കോസ് ഐ വാസ് സോ കൺസേൺഡ് അബൌട്ട് ബീയിങ് പെർഫെക്റ്റ് ഇൻ വാട്ട് എവർ ഐ ഡു. പക്ഷേ പിന്നീട് ലീഡർഷിപ്പിനെ കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചും വ്യത്യസ്ത ലീഡേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്. നിങ്ങൾ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ തരാം. ഇത് ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു എക്സാമ്പിൾ. ഇപ്പം നമ്മൾ ഐഫോൺ എടുക്കാം. ഐഫോൺ 1 വന്നു, 2 വന്നു, 3 വന്നു. ഇപ്പോൾ ഐഫോൺ 1 വന്നപ്പോൾ തന്നെ അതിൽ ഡിഫെക്ട്സ് ഉണ്ട്. അതിൻ്റെ കാരണമുള്ള ഐഫോൺ 2 ആയിട്ട് വന്നു. ഐഫോൺ 2 വരുമ്പോൾ അത് പെർഫെക്റ്റ് അല്ല. ദാറ്റ്സ് വൈ ദേ കെയിം വിത്ത് ഐഫോൺ 3 and 4. സോ യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്. വാട്ട് യു ഹാവ് ടു ലുക്ക് ഇസ് യു ഹാവ് ടു ഫോക്കസ് ഓൺ എക്സലൻസ്. നിങ്ങൾ എക്സലൻ്റ് ആണെങ്കിൽ അത് മാത്രം മതി. സോ യു ഡോണ്ട് ടേക്ക് ടൈം ഫോർ ഇറ്റ്. 2 ദുശീലങ്ങൾ, ലെറ്റ് മീ പുട്ട് ഇൻ ദാറ്റ് വേ. 2 ദുശീലങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. ഒന്ന് പ്രോക്രാസ്റ്റിനേഷൻ, ഒന്ന് പെർഫെക്ഷൻ. ഒന്ന് പ്രോക്രാസ്റ്റിനേഷൻ മീൻസ് നാളെ ചെയ്യാം. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യം നമ്മൾ തുടങ്ങില്ല.
അത് രണ്ടാമത്തെ വെച്ചാൽ തുടങ്ങും, പക്ഷേ അത് ഫിനിഷ് ചെയ്യല്ല, ബിക്കോസ് യു സേ ദറ്റ് ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് യെറ്റ്, നോട്ട് പെർഫെക്റ്റ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, മറ്റേ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ രണ്ട് ഹാബിറ്റ്സ്, ബിഹേവിയർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിനും മാറ്റണം. Okay, do not procrastinate, number one, and do not be a perfectionist. If you're in the middle where you get results, where you're focusing on being excellent, that's absolutely fine. പിന്നെ ഓർക്കേണ്ട ചില പ്രൊഫഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു ഉദാഹരണം ഡോക്ടേഴ്സ് ഇപ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ ഒരു സർജൻ ആണെങ്കിൽ സർജറി ചെയ്യുമ്പം അയാൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു പൈലറ്റിന് എടുക്കാം, പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ, ലാൻഡ് ചെയ്യുമ്പോൾ, ടച്ച് ഡൗൺ ടേക്ക് ഓഫും അത് കറക്റ്റ് ആയിരിക്കണം, അത് പെർഫെക്റ്റ് ആയിരിക്കണം. അതേ സമയത്ത് ഒരു സ്നൈപ്പർ ആണെങ്കിൽ, ഒരു കമാൻഡോ ഓഫീസറാണ്, ആ വ്യക്തി ഒരു ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക, അപ്പം പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ചില പ്രൊഫഷനിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. ചില പ്രൊഫഷൻ്റെ ചില ഏരിയാസ് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ പ്രൊഫഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം ആ പെർട്ടിക്കുലർ ഏരിയയിൽ. അല്ലാത്ത പക്ഷം യു ജസ്റ്റ് ഹാവ് ടു ഫോക്കസ് ഓൺ ബീയിങ് എക്സലൻസ് ഇൻ വാട്ട് എവർ യു ഡു. ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്പർ 10. ഫൈൻഡ് ടാസ്ക് ടു എലിമിനേറ്റ് ഓർ ഓട്ടോമേറ്റ്. ഇനി നോക്കേണ്ടത് എന്തൊക്കെ, നിങ്ങളിപ്പോൾ ഏത് ബിസിനസ്സിലാണെങ്കിൽ ആ ബിസിനസ്സിന് നമുക്ക് അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കേണ്ടത്. ഓട്ടോമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറ്റുള്ള വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു ഡെലിഗേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ടീമില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു ടീമില്ല, നിങ്ങളുടെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരുപാട് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാം. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് fiverr.com, 5 എന്നുള്ള ആ നമ്പർ ഓർത്താൽ മതി. fiverr.com ഉണ്ട്, അതേപോലെ freelancers.com, അതേപോലെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോറി റൈറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടന്റ് റൈറ്റിങ്ങോ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് ഓരോ ഗിഗിനനുസരിച്ചിട്ടാണ് പൈസ വാങ്ങിക്കുക. അത് ഗിഗ് മീൻസ് ഇറ്റ്സ് വൺ ടാസ്ക്, ഒരു ടാസ്കിന് നമ്മൾ ഗിഗ് എന്ന് പറയാം. ആ ഗിഗിനനുസരിച്ചായിരിക്കും നിങ്ങൾ പേ ചെയ്യുക. ചിലപ്പോൾ ഒരു ബുക്ക് നിങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ കവർ പേജ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കവർ ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ 7 ബുക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആമസോൺ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സും ഉണ്ട്. അതിൻ്റെ എല്ലാ കവേഴ്സും ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് fiverr.com എന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്, നിങ്ങളെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് കഴിവുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ചിലപ്പോൾ അത് പാഷനേറ്റ് ആയിരിക്കുന്നുണ്ടാവുക. ഹൗവെവർ നിങ്ങൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഹെഡാണ് നിങ്ങൾ ആ ഓർഗനൈസേഷനെ മറ്റു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഒരു സാധാരണ സ്റ്റാഫ് ചെയ്യുന്ന ജോബിലേക്ക് നിങ്ങൾ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് എ ടാസ്ക്, മേക്ക് ഷുവർ ദാറ്റ് യു ക്യാൻ ഔട്ട്സോഴ്സ് ദിസ് ടാസ്ക്. ഇഫ് യു ഡു നോട്ട് ഹാവ് എനിബഡി റിപ്പോർട്ടിംഗ് അണ്ടർ യു ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക്, there are a lot of platforms that are available. For example, fiverr.com, then comes freelancer.com, and there are a lot of other platforms available. So if you want to create something, if you want to develop something, make use of those platforms which can create those things for you. That's number 1. Number 2 is automation. Automation is the key to success. Today, if you want to develop your business, you have to automate your business. ഇന്ന് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിരിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അത് കൂടാതെ എനിക്കൊരു LMS ഉണ്ട്. LMSൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇത് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ, ഈ ഒരു കോണ്ടന്റ്, ഞാൻ ഇപ്പം ചെയ്യുന്ന കോണ്ടന്റ് എവർഗ്രീൻ കോണ്ടന്റ് ആണ്. The content that I'm sharing with you right now is an evergreen content. That means even after 5 years, this content has got its own value. 5 വർഷങ്ങൾക്ക് ശേഷം പോലും ഈ ഒരു കോണ്ടന്റിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഞാൻ എൻ്റെ LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അത് കൂടാതെ അതിനൊരു ലിങ്ക് കൊടുക്കുകയാണ്, ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടെങ്കിൽ എനിക്ക് ഓട്ടോമേറ്റഡായി ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ പേയ്മെൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ $10 $15 ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട്, ഒരു കോഴ്സിൻ്റെ ഭാഗമാണെങ്കിൽ ഓട്ടോമാറ്റിക് യു ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ, യു ഗെറ്റ് യുവർ സർട്ടിഫിക്കേഷൻ, എവറിഥിങ് എല്ലാം ഓട്ടോമേറ്റഡ് ആയിരിക്കും. വാട്സപ്പ് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് LMS നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെങ്കിൽ ഇൻസ്റ്റാമോജോ ഉണ്ട്, അതേപോലെ വേറെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്. നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് എടുക്കാം. യു ക്യാൻ ഓട്ടോമേറ്റ് എവറിഥിങ്. സോ ആസ്ക് യുവർ സെൽഫ്, നമ്പർ 1,
Is there anyone who can do this for you? വേറെ ആർക്കെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്ത് തീർത്ത് തരാൻ പറ്റുമോ? നമ്പർ 1. Is there anybody in your team? നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഉണ്ടോ? നമ്പർ 3. If there is nobody in the team, is there anybody or any platform that can help you? ടീമിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ആൻഡ് നമ്പർ 4. Can you automate this thing? നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ല? ഇതാണ് ചോദിക്കേണ്ടത്. ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ്സ് തീർച്ചയായും താഴെ ഇടുക, അത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഷോർട്ട് മലയാളം വീഡിയോസ് ആയിട്ട് വരാൻ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞ കാരണമാണ് ഞാൻ ഇത് വരുന്നത്. ഐ ബിലീവ് ദിസ് ക്യാൻ ഹെൽപ്പ് യു മോർ. ഇത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല. വാട്ട് എവർ ഐ എം സ്പീക്കിംഗ് ഹിയർ, ഞാൻ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, ഞാൻ ഒരിക്കലും തന്നെ ക്ലെയിം ചെയ്യാൻ പോകുന്നില്ല ദിസ് ഇസ് ഗോൺ ടു ഹെൽപ്പ് യു. ഒരിക്കലും ഇല്ല. യു ഹാവ് ടു അപ്ലൈ, യു ഹാവ് ടു സീ വെദർ ദിസ് ഇസ് ഗുഡ് ഫോർ യു. നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കുക. ഒരിക്കലും ഞാൻ മറ്റുള്ളവർ പറഞ്ഞ പോലെ ടേക്ക് ദിസ്, അപ്ലൈ ദിസ് ഇസ് ഗോൺ ടു ഹെൽപ്പ് യു, ഞാൻ ഒരിക്കലും പറയില്ല. വാട്ട് എവർ ഐ എം ഷെയറിങ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ എന്താ നിങ്ങൾ ഷെയറിങ് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇത് വർക്ക് ചെയ്യേണ്ടത്. Whether it works for you or not, please leave your comments in the box below. Thank you very much and take care of yourself. Have a lovely day.